മീൻ ഇതാ മീനിന് തിളയ്ക്കണം. ഞാൻ കുറച്ചൊന്ന് സ്റ്റൗ കൂട്ടി കൊടുക്കട്ടെ. ഓക്കെ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നാളെ മുതൽ നമ്മളെ നോമ്പ് തുടങ്ങുകയാണ്. അപ്പം നമ്മളിപ്പോൾ അതാ നെസ്റ്റോന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാണ് കേട്ടോ. അപ്പം ഇപ്പം സമയം ഞാൻ കാണിച്ചു തരാം. 11:34, 11:30 മണിയായി. അപ്പം ഇന്ന് അത്തായത്തിന് നമ്മളെ അത് പറഞ്ഞതിന് മുന്നേ നമ്മളെ ബാസികാക്കേൻ്റെ നമ്മൾ പുതിയ വീട്ടിലെ ഫസ്റ്റത്തെ നോമ്പ് തുടങ്ങുകയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത്തായത്തിന് ബാസികാക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ബാസിക പറഞ്ഞു ഒന്നും വേണ്ട, എനിക്ക് ഈ രാവിലെ എണീക്കണ്ട എന്ന് പറഞ്ഞു. അത്തായത്തിന് നീ എണീച്ചോ, എനിക്കൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ ആദ്യത്തെ നോമ്പാണ്, അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ ആക്കിപ്പോൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. എനിക്ക് എനിക്ക് എന്തായാലും അത്താഴത്തിന് ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ മതി. അപ്പം ഞാൻ വിചാരിച്ചു ചോറ് വെക്കാം, പിന്നെ കറി വെക്കാനുണ്ട്. മീൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നാളെ എൻ്റെ സ്പെഷ്യൽ ഉണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ അത്താഴത്തിൻ്റെ വ്ളോഗായിരിക്കും, ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. ഓക്കെ. ജിവുവിനെ ഞാൻ വേഗം ഉറക്കിട്ടോ. ജിവുവിന് നല്ല ഉറക്കുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രഷ് ആവാണ്ട് മുഖമൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ എന്താ പറയുക, മുന്തിരിൻ്റെ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻഫെക്ഷൻ വന്നു. ഇപ്പോൾ ജിവുവിൻ്റെ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് എനിക്കറിയില്ല, ഗ്രേപ്പ് അതേപോലെ തന്നെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, പൈനാപ്പിൾ, അത് രണ്ടും എനിക്ക് അലർജി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും അലർജി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആ രണ്ട് കഴിച്ചാലും പെട്ടെന്ന് അലർജി വരും. ഇവിടെ മാത്രമേ എനിക്ക് അലർജി വരും. അപ്പം ഇന്നലെ എനിക്ക് അറിയാണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അലർജി ആയിട്ട് ഫുള്ള് ചൊറിച്ചിലാണ് ഇവിടെ. അപ്പോൾ ഇനി ബാക്കിയുള്ള മീൻകറി വെക്കട്ടെ. പപ്പടം പൊരിക്കാനുണ്ട്, മീൻ പൊരിക്കാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഉപ്പേരി, ചെറിയ എന്തെങ്കിലും ഉപ്പേരി, ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും ഉപ്പേരി വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഫസ്റ്റത്തെ അത്താഴം തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഞാനങ്ങനെ കറി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ. ആദ്യം നമ്മൾ ചട്ടി വെക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു. ഇനി കേബേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നെസ്റ്റോയിൽ പോയപ്പോൾ ചെറിയ കേബേജ് ഒന്നും എനിക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇന്ന് ഉപ്പേരി വെക്കാം. ഞാൻ പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുന്നു കേട്ടോ. ഓക്കെ. ഒരു കളർ ഇട്ടാണ്. കുറച്ച് എരിവ്, ബാസികൾക്ക് കുറച്ച് എരിവ് അത്യാവശ്യമാണ്. പിന്നെ നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല.
അപ്പോൾ ഗൈസ് ഞാനങ്ങനെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അല്ല ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതാ മീൻ ഇനി തിളയ്ക്കണം. ഞാൻ കുറച്ചൊന്ന് സ്റ്റൗ കൂട്ടി കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ കേബേജ് ഉപ്പേരിൻ്റെ കൂടെ തേങ്ങ ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ. അപ്പം ഇതിൽ കുറച്ചും കൂടി ഇതൊന്ന് വാണ്ട് വന്നിട്ട് എന്നിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ തേങ്ങയും കൂടി ഇട്ടാൽ നമ്മൾ കേബേജ് ഉപ്പേരി റെഡി. അപ്പോൾ ഗൈസ് അങ്ങനെ മീൻ കൂട്ടാനായി. ഓക്കെ, പിന്നെ പൊരിച്ച മീൻ, അതുപോലെ തന്നെ ഉപ്പേരി, ഇതിൽ ചോറിട്ടോ. ചോറ് വെന്തിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം ഇത്രയ്ക്ക്. അപ്പം എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ടൈം 1:30 മണി കേട്ടോ ഗൈസ്. ഇവിടെ പോയി ഞാൻ കാണിച്ചതാ. ഇതാ 1:30 മണി കണ്ടോ. ഞാനിനി കുളിച്ച് മാറ്റി കിടന്നുറങ്ങുമ്പോൾ അത്താഴത്തിന് എണീക്കാനുള്ള ടൈമോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജീവൊക്കെ ഒന്ന് എണീച്ചു. ബാസികാക്ക വന്ന് ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ തന്നിട്ടാട്ടോ പോയത്. ഓക്കെ, പിന്നെ ജീവുവിന് പിന്നെ ഒറ്റയ്ക്ക് റൂമിൽ കിടന്നാൽ അവൾ പെട്ടെന്ന് എണീക്കും. അതുകൊണ്ട് ബാസികാക്കനോട് ഞാൻ പറഞ്ഞാൽ കിടന്നോളി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് പറഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് ഭാഗം കൊടുക്കുക ആവോ അറിയില്ല കേട്ടോ. അത്താഴത്തിന് എണീക്കണം. ഓക്കെ, ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ബാസികാക്ക എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഇനി ഒന്ന് ഫ്രഷൊക്കെ ആവട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ചെറിയ രീതിയിലൊരു പാളിച്ച പറ്റി. ഇത്തിരി സമയം നേരെ വൈകിട്ടോ. ഓക്കെ, ഇത് വേഗം പോയി ഫുഡ് കഴിച്ച് കിടക്കാം. ബാസികാക്ക ഞാൻ എത്ര വിളിച്ചിട്ടോ എണീക്കണില്ല. ഒന്നും കൂടി പോയി വിളിക്കാം. വാ, പിന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാസികാക്കൊക്കെ എന്തായാലും ചായ നിർബന്ധമാണ്. അപ്പം ഞാൻ ചായ വെച്ചു, തിളച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബാസികാക്കനെ പോയി വിളിച്ചിട്ടേ. ഹലോ, വേഗം നോക്കി എന്നെ ഹെൽപ്പ് ചെയ്യൂ. പാവാണ് ഞാൻ. ഞാൻ ഇപ്പം എണീച്ചിട്ടുള്ളൂ. സമയം ഒരുപാടായി. ഞാനൊക്കെ റെഡിയാക്കി വെച്ചിക്കണ്. എങ്ങനെയുണ്ട്? ചായ റെഡി അല്ലേ? ചായ മതിയില്ലേ? ഓക്കെ, അത് മീൻ പൊരിച്ചതിൻ്റെ ബാക്കിയാ. ഇവിടെ മീൻ പൊരിച്ചുണ്ട്, ഉപ്പേരി ഉണ്ട്. വേറെ ഒന്നും വേണ്ടല്ലോ നിങ്ങൾക്ക്? ഇത് മതിയില്ലേ? ഗൈസ്, ചോറ് കുറച്ചൊരു വേവ് കൂടുതലല്ലോ വാസികാക്ക? അത് സാരല്ല. ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയല്ലേ, കാരണം ലേറ്റ് ആയിട്ടല്ലേ. അപ്പം നാളെ മുതൽ ഞമ്മക്ക് റെഡിയാക്കാം. വൈകുന്നേരം അത്താഴത്തിനുള്ളതും കൂടി ഞാൻ റെഡിയാക്കിയിട്ട് ശേഷം ചെയ്യാം. ഓക്കെ, ഞാൻ കഴിക്കട്ടെ കേട്ടാ. ഓക്കെ, ടേസ്റ്റ് ഉണ്ടാ മീനിലെ? ഹലോ, ഈ മീനിൻ്റെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ഉണ്ട് ഗൈസ്. ഈ മീൻ എങ്ങനെ കിട്ടി, എത്ര കിലോൻ്റെ മീനാണ് അത് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വ്ളോഗ് ഞാൻ എന്തായാലും ഇടാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.